ഹായ്. വിസ്മയ മോഹൻലാൽ നായികയായ തുടക്കം എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നൊരു കാര്യമായിരുന്നു, തിങ്കളാഴ്ച അതായത് ഇന്നലെ സിനിമ വീഴും, വർക്കിംഗ് ഡേ ആണ്, എക്സാം ആണ്, അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ സിനിമയ്ക്ക് ആളുണ്ടാവില്ല എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ 2 കോടിക്കടുത്ത് സിനിമ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. അതായത് മികച്ച കളക്ഷൻ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ സിനിമ ഉന്നം വയ്ക്കുന്നത് ഫാമിലി പ്രേക്ഷകരെ തന്നെയാണ്. ഇപ്പോ എക്സാം ആണ്, അതായത് കുട്ടികൾക്ക് എക്സാം ആണ്, ഫാമിലി തിയേറ്ററിലേക്ക് വരാൻ മടിക്കും. എന്നിട്ടും സിനിമയ്ക്ക് ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. 21-ാം തീയതി മുതലാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് 21-ാം തീയതിക്ക് ശേഷവും സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത്രയും തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതല്ല, ഭൂരിഭാഗം തിയേറ്ററുകളിലും സിനിമ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ സിനിമ 5-ാം ദിവസത്തിലാണ്. 4 ദിവസം കൊണ്ട് തുടക്കം എന്ന സിനിമ എത്രയാണ് കളക്ഷനായി നേടിയെടുത്തത് എന്ന് നമുക്ക് നോക്കാം. അതായത് ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം, കൃത്യമായി പറഞ്ഞാൽ സാക് മിൽക്കിന്റെ കണക്ക് പ്രകാരം 4 ദിവസം കൊണ്ട് 26,82,00,000 നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. വിദേശ രാജ്യങ്ങളിൽ മികച്ച കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച വിജയചിത്രമായിട്ടുള്ള ബാലൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ്, അതായത് ഓവർസീസിലെ കളക്ഷൻ തുടക്കം എന്ന സിനിമ വെറും 4 ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാലൻ എന്ന മലയാള ചിത്രം 11,20,00,000 ഓവർസീസിൽ നിന്ന് ഫൈനലായി നേടിയെടുത്തത്. പക്ഷെ തുടക്കം എന്ന സിനിമ വെറും 4 ദിവസം കൊണ്ട് 12,90,00,000 എന്ന നേട്ടത്തിലെത്തി. തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. മികച്ച കളക്ഷൻ ഇപ്പോഴും തുടക്കം നേടിക്കൊണ്ടിരിക്കുന്നു. മികച്ച ബുക്കിംഗ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗിൽ സിനിമ ഇടം പിടിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്തായാലും സിനിമ 50 കോടി ക്ലബിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാവും എന്നറിയാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.